أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم رددناه أسفل سافلين السلام عليكم ورحمة الله وبركاته. സൂറ അത്തീൻ ആയത്ത് നമ്പർ 6 പറയുന്നു, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ നാം അവനെ അധമരിൽ അധമനാക്കി മാറ്റുന്നുവെന്ന്. ഇവിടെ റദദ്നാഹു എന്നതിൻ്റെ സമീർ അള്ളാഹുവിലേക്കാണ് തിരിയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്നത് അള്ളാഹു ദുഷ്കർമ്മികൾക്ക് അവരുടെ ശിക്ഷയുടെ ഫലമായിട്ട് അവരിപ്പോൾ നിൽക്കുന്ന ആ സ്ഥാനത്ത് നിന്നും അവരെ വീഴ്ത്തുന്നു എന്നാണ്. അല്ലാതെ അള്ളാഹു ഒരാളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥമെന്ന് ഹദരത്ത് അലി തുസി സാനി പറയുന്നു. അത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആദമിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ആദമിനെ നാം സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയെന്ന്. അതുപോലെ തന്നെ ഇതും പറയുന്നുണ്ട്, ആദമിനെ ശൈത്താൻ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയെന്ന്. യാ ബനി ആദമ ലാ യഫ്തിനന്നകുമു ശൈത്താനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന. ഇവിടെ ശൈത്താനും ആദമിനെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹുവും ആദമിനെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ പുറത്താക്കലും അതുപോലെ തന്നെ ഷെയ്ത്താൻ്റെ പുറത്താക്കലും രണ്ടും രണ്ടാണ്. അത് രണ്ടിലും വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ത്താൻ ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായ തെറ്റിന്, ആ തക്കതായ തെറ്റിന് ഷെയ്ത്താൻ കാരണക്കാരനായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷെയ്ത്താൻ ആദമിനെ പുറത്താക്കി എന്ന് പറയുന്നത്. ഷെയ്ത്താനാണ് അതിൻ്റെ കാരണക്കാരൻ. എന്നാൽ ഷെയ്ത്താൻ കാരണമുണ്ടായ ആ തെറ്റിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹു ആദമിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത്. അതായത് ഷെയ്ത്താനെ സംബന്ധിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ അത് തിന്മ പ്രവർത്തിക്കലാണ്. അതായത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അള്ളാഹു പുറത്താക്കി എന്ന് പറയുന്നത് ഒരു ശിക്ഷയായിട്ടാണ്. അത് അവരുടെ കർമ്മത്തിൻ്റെ ഫലമായി സ്വർഗത്തിൽ നിന്നും അവരെ പുറത്താക്കിയെന്ന്. അതുപോലെ ഈ ആയത്തിൽ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അള്ളാഹു മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്നല്ല ഇതിൽ പറഞ്ഞത്. അതായത് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അള്ളാഹു മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്നല്ല, മറിച്ച് മനുഷ്യൻ വഴികേടിലായി പോകുമ്പോൾ അതിൻ്റെ ശിക്ഷയായിട്ട് അവൻ അസ്ഫല സാഫിലിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുമ്മ റദദ്നാഹു സാരിഖൻ എന്നോ, അല്ലെങ്കിൽ സുമ്മ റദദ്നാഹു ഖാത്തിലൻ എന്നോ, അല്ലെങ്കിൽ സുമ്മ റദദ്നാഹു മദ്നിബൻ എന്നോ പറയാതെ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ എന്ന് പറഞ്ഞത്. നാം അവരെ അധമമായ ദർജയിലേക്ക് തിരിച്ചുവിടുന്നു. അതായത് അവൻ ഒരു തെറ്റ് ചെയ്യുന്നു, അവനതിന് ശിക്ഷ ലഭിക്കുന്നു, പിന്നെയും കുറ്റകൃത്യം ചെയ്യുന്നു, ശിക്ഷ ലഭിക്കുന്നു. അങ്ങനെ ശിക്ഷ ലഭിച്ച് അവൻ ഏറ്റവും അധമമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവൻ അതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് മറ്റൊരു അർത്ഥം വരുന്നത്, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവൻ നിന്നിരുന്ന ആ സ്ഥാനത്ത് നിന്നും അവനെ തിരിച്ചുവിടുന്നു എന്നുള്ളതാണ്. അതായത് പാപിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്നും അവൻ വീണു പോകുന്നു. അതായത് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പാപത്തിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ കണ്ണിൽ അവൻ ഏറ്റവും തരം താണ ഒരാളായതിൻ്റെ കാരണത്താൽ അള്ളാഹുവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും അവനെ പുറത്താക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ്. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.